എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കളോട് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ മക്കള് ഒരു IAS കാരനും കളക്ടറും ഒക്കെ ആകാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ അവരെ ആ രീതിയിലേക്ക് വാർത്ത് എടുത്ത് കൊണ്ടുപോകണം എന്നാണ്. അത് തീർച്ചയായിട്ടും അതിന് വായിക്കാനുള്ള ഒരു ശീലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് വായനാശീലം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വായനാശീലം തീർച്ചയായിട്ടും IAS പോലെ ഒരു പരീക്ഷയ്ക്ക് അനിവാര്യമാണ്. അത് ഇൻ്റർവ്യൂ ആയിരുന്നാലും പ്രിലിമിനറി ആയിരുന്നാലും മെയിൻസ് എല്ലാത്തിലും അത് ആവശ്യമാണ്. ചെറുപ്രായത്തിൽ തന്നെ അവരെ വാർത്തെടുക്കണമെങ്കിൽ അവർക്കിത് കിട്ടും, ഇതൊരു നല്ലതാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും മാതാപിതാക്കളായ നിങ്ങൾക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ 6, 7, 8 വയസ്സിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും, അപ്പൻ ഇന്ത്യൻ എക്കണോമിക് സർവീസിലായിരുന്നു, അപ്പൻ എന്നോട് പറയാറുണ്ട്, മോനെ നീ IAS കാരനാകണം, സിവിൽ സർവീസ് കിട്ടണമെന്നല്ല IAS കാരനാകണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് IPS കിട്ടിയപ്പോഴും എനിക്ക് തൃപ്തി വരാതെ ഞാൻ രണ്ടാമത് എഴുതി. കാരണം അപ്പൻ എന്നോട് പറഞ്ഞ, മോനെ നീ IAS കാരനാകണം എന്ന് പറഞ്ഞത് എൻ്റെ തലയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് IPS, പലരും IPS കിട്ടിയ നല്ല ജോലിയല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. പക്ഷെ എനിക്ക് അത് പോരാ എന്ന് തോന്നാൻ കാരണം നീ IAS ആകണമെന്ന് എന്നോട് പറഞ്ഞ് എൻ്റെ തലയിൽ കയറ്റിയതാണ്. ആ രീതിയിലുള്ള ഒരു ലക്ഷ്യബോധം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ, കുഞ്ഞുങ്ങളുടെ തലയിൽ കയറ്റണം. തീർച്ചയായിട്ടും അത് ചെറുപ്രായത്തിൽ തന്നെ കയറ്റിയാൽ 15, 16, 17 വയസ്സിൽ ഞാൻ കയറ്റിയാൽ അത് സഫലീകരിക്കാൻ സാധിക്കും. ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ആദ്യം എന്നോട്, മോനെ നീ IAS ആകണം എന്നൊക്കെ പറഞ്ഞത്. എന്താണ് IAS എന്ന് ഒരു പിടിയും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. മോനെ നീ കളക്ടർ ആകണമെന്ന് എന്നോട് പറഞ്ഞത്. എന്ത് കളക്ടർ? കുപ്പ കളക്ട് ചെയ്യുന്ന നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റോ എന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. എങ്കിലും അതെന്താ തലയിൽ കയറി പറ്റി. ആ തലയിൽ കയറി പറ്റിയത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഞാൻ 10, 16, 18, 20 വയസ്സൊക്കെ 20 വയസ്സാക്കിയപ്പോൾ വളരെ നല്ലൊരു ജോലി എനിക്ക് അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കിട്ടി. അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലൊക്കെ കിട്ടുന്ന ജോലി പോലെയാണ്. അന്ന് 2500 രൂപ എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം 3 ലക്ഷത്തിൻ്റെ മൂല്യമുള്ള ഒരു ജോലിയായിരുന്നു. അത് കിട്ടിയെങ്കിലും എനിക്കതിൽ തൃപ്തി വന്നില്ല. ശമ്പളം ഒരുപാട് കിട്ടിയിട്ട്, പണം ഒരുപാട് കിട്ടിയെങ്കിലും തൃപ്തി എനിക്ക് തോന്നിയില്ല. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ്, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ, മോനെ നീ IAS കാരനാകണം എന്ന് പറഞ്ഞത് കേട്ട് ആ വിളി എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് വന്നു. അതുകൊണ്ട് ഞാനൊരു 2-3 മാസത്തെ ലീവ് എടുത്ത് വന്നിട്ടാണ് ആദ്യം എഴുതിയത്. ആദ്യം എഴുതിയപ്പോഴും മോനെ നീ IAS കാരനാകണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് IPS കിട്ടിയപ്പോൾ തൃപ്തിയായില്ല. വീണ്ടും എഴുതിയിട്ടാണ് ഞാൻ രണ്ടാമത് IASലേക്ക് ലഭിച്ചത്, IAS കിട്ടിയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ജോലി എറണാകുളത്ത് അസിസ്റ്റന്റ് കളക്ടറിൻ്റെ ട്രെയിനിങ് എന്നായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും IAS 2 വർഷത്തെ പരിശീലനത്തിന് ശേഷം തൃശ്ശൂർ സബ് കളക്ടറായിരുന്നു. പിന്നീട് എറണാകുളം ജില്ലാ കളക്ടറായി. ഒപ്പം ഞാൻ കൊച്ചി മേയർ കൂടിയായി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ. പിന്നെ ഇടയ്ക്ക് കൊല്ലത്ത് ഞാൻ സ്പെഷ്യൽ ഓഫീസർ, കശുവണ്ടിയുടെ സ്പെഷ്യൽ ഓഫീസറായി. പിന്നെ 6 കൊല്ലം കേരളത്തിൻ്റെ ലേബർ കമ്മീഷണറായി. ഇന്ന് വരയ്ക്കും ആ ഒരു റെക്കോർഡ് 6 വർഷം അല്ലാതെയോ ആരും കേരളത്തിൻ്റെ ലേബർ കമ്മീഷണർ ആയിട്ടില്ല. അങ്ങനെ ലേബർ കമ്മീഷൻ ആയിരിക്കുകയാണ്. ലേബർ കമ്മീഷൻ ആയതുകൊണ്ടാണ് എനിക്ക് UN പോകാൻ സാധിച്ചത്. അന്ന് ലേബർ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് ILO, ഇന്റർനാഷണൽ തൊഴിൽ സംഘടന, UN ഭാഗമായ ILO എന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു അപേക്ഷ എൻ്റെ സെക്രട്ടറി എനിക്ക് വിളിച്ച് തന്നു. ഞാനത് പൂരിപ്പിച്ച് അയച്ചു. എനിക്ക് ആ ജോലി കിട്ടി. 2 വർഷത്തെ ജോലിയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഈ 2 വർഷം 20 വർഷമായിട്ട് മാറി. ഞാൻ 20 വർഷത്തോളം പിന്നീട് UN അതുകൊണ്ടാണ് എന്നെ പലരും കേരളത്തിൽ നിന്നും അധികം ഞാനൊരു IAS കാരനായിട്ട് എന്നെ അറിയപ്പെടാത്ത അതുകൊണ്ടായിരിക്കണം. കാരണം 20 വർഷം വിദേശത്തായിരുന്നു, ILOയിലായിരുന്നു. പിന്നീട് വന്നിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെ, എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ, മോനെ നീ IAS ആകണം എന്ന് കയറി ഞാൻ IPS പോലും വേണ്ടാന്ന് വെച്ച് 2ാമത്തെ തവണ എഴുതാൻ ആയതുപോലെ നിങ്ങളും എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആ ഒരു ലക്ഷ്യബോധം മനസ്സിൽ വെക്കണം. അവരെ ഒരുപാട് വായിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കണം. വായനാശീലം വളരെ അത്യാവശ്യമാണ്. അതെന്തു ആയിക്കോട്ടെ, പത്രമായിക്കോട്ടെ, മാധ്യമം പോലത്തെ പത്രമായിക്കോട്ടെ, TV ആയിക്കോട്ടെ, CNN പോലെ, അല്ലെങ്കിൽ അൽ ജസീറ പോലെ, അല്ലെങ്കിൽ BBC പോലെയായ TV എല്ലാം കണ്ട് എന്താണ് ലോകത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം.